ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മോളൂസിന്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളിൽ ആരോ ഒരാൾ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന്. പക്ഷെ ഞാനിപ്പം മാതാവിൻ്റെ അടുത്തൊരു പോവാണ് കേട്ടോ. മാതാവിൻ്റെ അടുത്ത് പോയി തിരിയൊക്കെ കത്തിച്ചിട്ട് വന്നിട്ട് നിങ്ങളോട് ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഉറപ്പായിട്ട് പറഞ്ഞുതരാം. അതൊരു ഭയങ്കരമായിട്ട് വിജയിക്കുന്ന ഒരു കാര്യമാണ് താനും കേട്ടോ. നമുക്ക് സ്ത്രീകൾക്ക് അല്ല പുരുഷന്മാർക്കാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും പൊതുവെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ഒക്കെ എങ്ങനെയാണ് ഇത് ഉപകാരപ്രദമാകുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. മണി എങ്ങനെ സേവ് ചെയ്യാം, പൈസ നമുക്ക് എങ്ങനെ സ്വരുക്കൂട്ടാം, സമ്പാദ്യശീലം എങ്ങനെ ഉണ്ടാക്കാം, അതൊക്കെയാണ് എനിക്ക് ആ ഒരാളുടെ കമന്റിൽ നിന്ന് മനസ്സിലായത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് സിന്ധുമ്മ ഓരോ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നേടിയെടുക്കുന്നത്, എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് അത് സേവ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. പലരും എന്നോട് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഇപ്പൊ എന്താ പറയുക, നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കൊച്ചുമക്കൾ എന്ന് പറഞ്ഞാൽ 1-2 കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ദമ്പതിമാർക്ക് പിള്ളേർക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ എന്തായാലും നല്ലൊരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ എന്തായാലും മാതാവിൻ്റെ അടുത്തൊക്കെ ഒന്ന് കൂട്ടുരാം. അപ്പൊ കഴിഞ്ഞ ദിവസം സാരി കൊടുത്തപ്പോൾ സുപ്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഇന്നും ഒരു സാരി കൊടുത്തേക്ക് സ്കൂട്ടിക്കല്ല പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സ്കൂട്ടിക്ക് പോകാത്ത യാത്രകളൊക്കെ സാരി തന്നെ ആക്കാന്ന് വിചാരിച്ചു. കാരണം സാരി ഉടുക്കാതിരുന്ന് ഭയങ്കര മടിയായി തീർന്നേക്കാം. ഇത് എൻ്റെ ചേച്ചിക്കുട്ടി എനിക്ക് തന്ന ഗിഫ്റ്റിനകത്തെ ഒരു ബ്ലൗസാണ് കേട്ടോ. അപ്പം അതും ഇതാണ് ഈ സാരി. അപ്പം ഈ ബ്ലൗസും ഗിഫ്റ്റാണ് കേട്ടോ. ഇതെന്റെ ചേച്ചിക്കുട്ടി ഒരു 5-6 ബ്ലൗസ് ഇവിടെ അയച്ച് തന്നതിനകത്തുള്ളതാണ് ഈ ഒരു ബ്ലൗസ്. സെലിൻ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്ന സംഭവമാണ് ഇത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഭയങ്കര വെയിറ്റ് ആണ്. നല്ല വില കൂടിയ സാരിയാണ്, പക്ഷെ ഭയങ്കര വെയിറ്റ് ആണ്, അതാണ് ഒരു പ്രശ്നം. പക്ഷെ നല്ലതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ സെലിൻ ചേച്ചിനെ ഓർത്തു. ഞാൻ പറഞ്ഞത്, നമുക്കൊരു കുഞ്ഞു സാധനമാണെങ്കിലും ആരെങ്കിലും തന്നത് നമ്മളിങ്ങനെ എടുത്ത് ഉപയോഗിക്കുമ്പോഴേ പെട്ടെന്ന് അവരുടെ മുഖം നമ്മുടെ മനസ്സിലോട്ട് വരും. അതേപോലെ അവർക്ക് നന്മ വരുത്തണേന്ന് പ്രാർത്ഥിക്കും അല്ലേ, നമുക്കൊരു ഉപകാരം ചെയ്തതൊക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ ചേച്ചി തന്ന ഗിഫ്റ്റാണ്. ഞാൻ ഇതിപ്പോ ഈ ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞതെന്നു വെച്ചാൽ, നമുക്ക് ആരൊരു കുഞ്ഞു സാധനം തന്നാലും നമ്മളത് ഉപയോഗിക്കുമ്പോൾ സ്നേഹത്തോടെ മനസ്സിലൊന്ന് ഓർക്കുക, പ്രാർത്ഥിക്കുക. അതൊരു ഭയങ്കര നല്ല സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ മാതാവിൻ്റെ അടുത്തൊക്കെ പോയി 8 നോയമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാ ദിവസവും പോകാൻ പറ്റുന്ന ദിവസമൊക്കെ പോകണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി പോസ്റ്റ് ഓഫീസിലും ഒന്ന് പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ പോസ്റ്റ് ഓഫീസിലും പോയി മാതാവിൻ്റെ അടുത്ത് പോയി തിരിയും കത്തിച്ചിട്ട് ഞാൻ വരാം. എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഞാൻ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണേലും നേടിയെടുക്കുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാൻ എൻ്റെ വീഡിയോ കണ്ടോ. മഴ തന്നെ മഴ. ഇന്നലെ ഒരു ദിവസം തെളിഞ്ഞു, ഇന്നായപ്പോൾ മഴ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. ഞാൻ പോകുമ്പോൾ മഴയില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു പോകാൻ സുഖമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോയപ്പോൾ മനസ്സിലോർത്ത് ആറ്റിലെ വെള്ളമൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരണം. ഒത്തിരി ദിവസമായില്ലേ ആറ്റിലെ വെള്ളമൊക്കെ കാണിച്ചിട്ട്, പാലമൊക്കെ കാണിച്ചു തരണമെന്ന്. പക്ഷേ മഴയും സാരിയും കുടയും ഒക്കെ കൂടെ ആയപ്പോൾ പറ്റിയില്ല. അപ്പം ഏതായാലും വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. അപ്പം മാതാവിൻ്റെ അടുത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. മഴ നനഞ്ഞ് കുളമായി, സാരി എല്ലാം നനഞ്ഞ് ഒന്നും പറയണ്ട, അപ്പടി തടുത്ത് മറിച്ച് അതിൻ്റെ ഈ താഴ്ഭാഗത്തൊക്കെ ഈ സ്റ്റോണിൻ്റെ വർക്കാണ്. അപ്പടി നല്ല വെയിറ്റാണ്. അതുകൊണ്ട് നിറച്ചിങ്ങനെ സ്റ്റോണിൻ്റെ വർക്കണോണ്ട് നല്ല വെയിറ്റാണ്. നനയും കൂടെ ചെയ്തപ്പോഴത്തേനും നല്ല ഇതായിരുന്നു. സൗണ്ടൊക്കെ കണ്ടോ. ഈ ഇച്ചിരി മഴയത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ തലയിൽ നനഞ്ഞില്ല, എന്നാലും തണുപ്പത്തോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേനുള്ള പ്രശ്നമാണ് കേട്ടോ. എന്നാ ചെയ്യാന്. അപ്പം തിരികെ കത്തിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു. അപ്പം ഇനി ഞാൻ കഴിഞ്ഞ ദിവസം എന്നോടൊരു കമൻറ്റ്, അതുകൊണ്ട് തന്നെ കുറേ പേര് എൻ്റെ യൂട്യൂബിൻ്റെ ഇതിനകത്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. സിന്ധുമ്മ എങ്ങനെയാണ് പിന്നെ പണം സേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്, എങ്ങനെയാണ് എന്താ പറയുക ഓരോരോ കുഞ്ഞു കാര്യങ്ങളാണല്ലോ എങ്ങനെയാണ് നേടിയെടുക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുഞ്ഞിലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മൾ ഒറ്റപ്പെട്ടൊക്കെ താമസിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് പൈസ എപ്പോഴും കൈ വേണം, ആവശ്യമുണ്ട്. കാരണം പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വയ്യാഴികയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലൊരു 500 രൂപയെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാനോ അങ്ങനെയൊക്കെ വരികയില്ല. പക്ഷേ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ദൈവം സഹായിച്ച് വലിയ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. കുഞ്ഞുങ്ങളെയൊക്കെ പിറക്കി കിട്ടി ആശുപത്രിയിലോട്ട് പോകേണ്ടതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തമ്പുരാനെ എനിക്ക് വരുത്തിച്ചിട്ടില്ല. കാരണം ദൈവത്തിനറിയാം ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത് സത്യമാണ്. അപ്പം ഞാൻ എന്താ മണ്ണിൻ്റെയൊക്കെ കൊടുക്കുകയില്ലേ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് ഇങ്ങനെ കുടം മാതിരി മൊന്ത മാതിരിയൊക്കെയുള്ള കുടുക്കൾ കിട്ടുമായിരുന്നു. ആദ്യമൊക്കെ മണ്ണിൻ്റെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അതിന് ശേഷമാണ് നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ മണ്ണിൻ്റെ കുടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റിയല്ല,
ഇപ്പം പക്ഷേ എനിക്കുള്ളൊരു കുടുക്കയെന്ന് വെച്ച് കഴിഞ്ഞാൽ താക്കോലിട്ട് തുറന്ന് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ഇങ്ങനെ എടുക്കാറില്ല എന്താ പറയുക. പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു കുടുക്കകത്താണ് ഇടുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് എടുക്കാനായിട്ട് തോന്നും. ഇത് അങ്ങനെ ഇല്ലാത്ത ഒരു കുടുക്കകത്താണെങ്കിൽ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ നമുക്കൊരു ഉറച്ച ഒരു ഇത് വേണം, ഒരു ലക്ഷ്യം. നമ്മൾ അത് നേടിയെടുത്തേ ഉള്ളൂ, ഞങ്ങളത് നേടിയെടുക്കും ഉറപ്പാണ്. അങ്ങനെ ഒരു ഇതോടെ കൂടിയാണ് ഇടുന്നെങ്കിൽ അത് നമുക്ക് എടുക്കാണ്ടിരിക്കാനായിട്ട് തോന്നും. അങ്ങനെ പിന്നെ മണ്ണിൻ്റെ കുടുക്കകത്തിട്ട് അങ്ങനെ സൂക്ഷിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ അത് കൊടുക്കാൻ അറിഞ്ഞു കഴിയുമ്പോൾ പൊട്ടിച്ച് കഴിയുമ്പോഴത്തെ ചിലപ്പോൾ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 രൂപയോ 50 പൈസയും 5 രൂപ തൊട്ടും 10 രൂപയോ അങ്ങനെയൊക്കെ ആയിരുന്നു. ചിലപ്പോൾ കൂടിപ്പോയോ ഒരു 500 രൂപയോ 1000 രൂപയുടെ താഴെയൊക്കെ കാണത്തുള്ളായിരുന്നു ഒരു കുടുക്കെന്ന് അറിയുമ്പോൾ. കാരണം ചില്ലറ പൈസ ആയിരിക്കും നമ്മൾ കൂടുതലിടുന്നത്. ഇന്ന് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 100 50 500 ഒക്കെ ഇടാനായിട്ടുള്ളൊരു വഴി ദൈവം തന്നിട്ടുണ്ട്. കാരണം നമുക്കിപ്പം എന്താ പറയുക, നമ്മൾ ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛനമ്മമാർ ഒരു 100 രൂപ അല്ല 500 രൂപ ഒക്കെ തരാത്ത വീടുകാരുണ്ടോ? ഇപ്പം ആരുമില്ല. അപ്പം അങ്ങനെ തരുന്ന പൈസയ്ക്ക് നമ്മൾ ഈ കുടുക്കകത്ത് കൊണ്ട് നിക്ഷേപിക്കണം. കാരണം നമ്മൾ വേല ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല, അത് നമുക്ക് ഇങ്ങനെ ഒരു വഴി വന്ന കാശാണ്. അപ്പോൾ അത് നമ്മൾ കുടുക്കകത്ത് കൊണ്ടിടണം. മനസ്സിലായോ? പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കിങ്ങിണിമോൾ ഇവിടെ വരുമ്പോൾ ഒന്നെങ്കിൽ 500 രൂപയെങ്കിലും കൊടുക്കും, അല്ലെ 1000 രൂപ കൊടുക്കും. അങ്ങനെ നമ്മുടെ കയ്യിൽ ഉള്ളതനുസരിച്ച്. അപ്പോൾ അതൊരു 5 പ്രാവശ്യം ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം ആകുമ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റഡ് വാങ്ങിക്കാനുള്ളതാകത്തില്ലേ സൂക്ഷിച്ച് വെച്ചാൽ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഞാൻ എന്നെ കെട്ടിച്ചൊക്കെ വിട്ട് കഴിഞ്ഞാൽ കാഞ്ചാറ് വീട്ടിലായിരുന്നപ്പോഴത്തേക്കും ഇവിടുന്ന് അമ്മ വരുമ്പോഴൊക്കെ അമ്മയ്ക്ക് അതൊന്നും ഒരു 100 500 ഒന്നും തരാനുള്ള ശേഷിയൊന്നുമില്ല. അത് 50 രൂപ അതിന്. ആ 50 ആണേലും ഞാനത് ഇന്നത്തെ 5000ൻ്റെ വില ഉണക്ക് വെച്ചിട്ട് ഞാനത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് അമ്മ തന്ന പൈസയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കണമെന്ന് ഓർത്ത് ഒരു ഗ്ലാസ്സോ ഒരു മൊന്തയോ അങ്ങനെയൊക്കെ മേടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കാഞ്ചാറ് വീട്ടിൽ നേരത്തെ കാര്യമാണ് കേട്ടോ, ഇന്നല്ല, പണ്ട് മുതലേ ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാഞ്ചാറ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ചാച്ചൻ കുഞ്ഞുങ്ങൾക്ക് 10 200 ഒക്കെ വെച്ച് കൈ കൊടുക്കും. അപ്പം അതും ഈ പറഞ്ഞ കണക്ക് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലല്ലോ എന്ന് കരുതി അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാം എന്ന് കരുതി ആ കിട്ടുന്ന പൈസയും ഞാൻ സൂക്ഷിച്ച് വെക്കും. അങ്ങനെ എനിക്ക് ആര് തന്നാലും ഇപ്പം മുഷിച്ചിട്ട് ചേട്ടൻ വന്നാൽ തരുമായിരുന്നു, ശാമ്പക്കുഞ്ചി കോട്ടയത്ത് നിന്ന് വരുമ്പോൾ തരും, പിന്നെ എൻ്റെ അമ്മമാരോ അമ്മായിമാരോ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ ഈ 10 100 50 ഒക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ കിട്ടുന്ന പൈസ ഞാൻ എടുത്ത് ചിലവാക്കത്തേ ഇല്ല. കാരണം അത് നമ്മൾ വേല ചെയ്തതല്ല, അത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് വിനിയോഗിക്കാൻ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഒരു പാടുമില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിൻ്റെ ഒരു സമയത്ത് നമുക്ക് പൈസ സേവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കെന്നല്ല, ലോകത്തുള്ള ആർക്ക് വേണേലും സമ്പാദ്യശീലം വളർത്തിയെടുക്കാനായിട്ട് ഒരു പാടുമില്ല. സാധാരണ ഇന്നത്തെ ഒരു കൂലിപ്പണിക്കാരന് ഏറ്റവും കുറഞ്ഞത് 10 600 രൂപ ശമ്പളമുണ്ട് അല്ലേ? അപ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ്റെ ഭാര്യ ആയിരുന്നാൽ പോലും നമുക്ക് അത്യാവശ്യം പണം സേവ് ചെയ്യാൻ പറ്റും, സമ്പാദിക്കാൻ പറ്റും. കാരണം നമ്മൾ നമ്മുടെ കെട്ടിയന്മാരുടെ പോക്കറ്റ് അടിച്ച് പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ വലിയ തെറ്റാണോ? പക്ഷേ ഇവിടെ ചേട്ടായിയോട് ഞാൻ എഗ്രിയിലും എടുത്ത് മാറ്റണുണ്ടല്ലോ, ചേട്ടായി അറിയും. എന്നാന്ന് വെച്ചാൽ നല്ല പൂസുള്ള ഒരു ടൈമിൽ ഞാൻ ഒരു പ്രാവശ്യം 500 രൂപ എടുത്ത് മാറ്റി വെച്ചിട്ട് ചേട്ടായി കടന്നതിൻ്റെ പില്ലോട് അടി തന്നെയാണ് വെച്ചത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് പൈസ കണക്ക് നോക്കി കറക്റ്റ് നോക്കിയിട്ട് 500 രൂപ കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പിള്ളേരൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴാണ് വീട്ടിൽ വെച്ച്. അങ്ങനെ അതുകൊണ്ട് ചേട്ടൻ്റെ അടവ് നടക്കുകയല്ല. പക്ഷേ ഞാൻ ചോദിക്കും, നമുക്ക് ചോദിക്കുന്നതിന് നാണമില്ല. നമ്മുടെ വായിക്ക് നാക്കിന് ഇതില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്നാ ചേട്ടാ എനിക്കൊരു 100 രൂപ തരോ, ഒരു 500 രൂപ തരോ, ഒരു 50 രൂപ തരോ, അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ച് മേടിക്കും. ആ പൈസയും ഞാൻ കൊടുക്കാതിടും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യാത്ര പോകാൻ നേരത്തെ എത്രയാണെങ്കിലും നമ്മുടെ ഭർത്താക്കന്മാരോ നമ്മുടെ അച്ഛനമ്മമാരോ നമ്മുടെ കയ്യിൽ, ഇപ്പോൾ പിള്ളേരായിക്കോട്ടെ, കല്യാണം കഴിക്കാത്തവരായിക്കോട്ടെ, നമ്മളിപ്പോൾ കോളേജിൽ ഒരാവശ്യത്തിന് പോവാം, നമ്മുടെ പേരൻസ് നമ്മുടെ കയ്യിൽ എന്നാണേലും വണ്ടിക്കൂലിക്കും കാര്യത്തിനുമായിട്ട് ഒരു 100 രൂപയെങ്കിലും തരും. അത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് മറ്റേ ഫ്രണ്ട്സിന് ഒരു ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്ത് നമ്മളും ഒരു ജ്യൂസൊക്കെ മേടിച്ച് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് ആ പൈസ ചിലവാക്കി ദൂർത്തടിക്കുന്നവർക്ക് ഒരിക്കലും ഒരു സമ്പാദ്യശീലം ഉണ്ടാകാനായിട്ട് പറ്റത്തില്ല. ആ സമയത്ത് ആ പൈസയിൽ നിന്ന് നമ്മൾ നമ്മുടെ വണ്ടിക്കൂലിക്കുള്ള ആവശ്യത്തിന് എടുത്തു. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു പേന മേടിക്കണം, ഓക്കെ മേടിച്ചു. ബാക്കി 100 രൂപ തന്നതിൻ്റെ അകത്തുനിന്ന് നമ്മളൊരു 50 രൂപ നമുക്ക് മാറ്റി വെക്കാൻ പറ്റിയെങ്കിലുണ്ടല്ലോ, നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ. എനിക്ക് എന്നെ ഒരു സാധനം മേടിക്കാൻ തന്നാലും ഞാൻ അതിൽ നിന്ന് വീശിക്കും. ഇപ്പോഴത്തെ ഒരു കാര്യം പറയാം. ദൈവം സഹായിച്ച് ഇന്ന് എനിക്ക് വണ്ടി ദൈവം തന്നിട്ടുണ്ട്.
അതല്ലെങ്കിൽ ഒരു ഓട്ടോയ്ക്ക് വരാനുള്ള ശേഷിയും തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല മഴയാണ്. വേറെ ഏത് സ്ത്രീകളാണേലും അപ്പോഴേ ഓട്ടോ വിളിച്ച് കയറി വരും. നല്ല മഴയായിരുന്നു. ഞാൻ എന്നിട്ട് ഓർത്ത് ഏതായാലും സാരിയൊക്കെ നനഞ്ഞു, ഇനിയിപ്പോൾ ഓട്ടോ വിളിച്ച് ഓട്ടോയ്ക്ക് കാശ് കൊടുത്താലും നമ്മൾ നനയാളെ നനഞ്ഞു. പിന്നെ നമ്മൾ 10 അടിയെങ്കിലും നടക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരിതാവും. അതുകൊണ്ട് ഞാനിങ്ങനെ നടന്നു വന്നു. അപ്പോൾ ആ 40 എനിക്ക് ലാഭിക്കാൻ പറ്റിയില്ലേ. അപ്പോൾ ആ 40 എന്നിട്ട് ഓട്ടോയ്ക്ക് കൊടുത്തു എന്ന് ഞാനങ്ങനെ ഇപ്പോൾ ആ 40 അല്ലെങ്കിൽ 50 ഓട്ടോയ്ക്ക് കൊടുത്തു എന്നുള്ള ആ ഒരു ഇത് വെച്ചുകൊണ്ട് ആ പൈസ കൊണ്ടുപോയി കൊടുക്കിക്കാതിരും. അങ്ങനെയൊക്കെയാണ് ഞാൻ പൈസ സേവ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഒന്ന് കട്ടപ്പനയ്ക്ക് പോവുകയാണെങ്കിൽ ചേട്ടായി ഞാൻ ഇന്ന സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാ. അയ്യോ കറണ്ട് പോയി. എന്നെ നേരത്തിൽ കേട്ടോ 2 ദിവസമായിട്ട് അപ്പുറത്തെ പണിയുടെ സൗണ്ടും കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു മെഷീൻ ഓഫ് ആക്കിയപ്പം ഇത് വെച്ചുള്ള പണി ചെയ്യുന്നുണ്ട്, സൗണ്ട് കേൾക്കുമായിരിക്കും, സോറി കേട്ടോ. പിന്നെ എന്നാ നേരത്തിൽ 2 ദിവസമായിട്ട് കറണ്ട് വലിയൊരു പ്രശ്നം. നമുക്ക് സിറ്റിയുടെ ലൈനാണ്, വലിയ കറണ്ട് പോക്കോ കാര്യങ്ങളൊന്നുമില്ല. വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ കറണ്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം എപ്പോഴും അങ്ങ് കറണ്ട് പോക്കായി തന്നേക്കാം. ഇനി ഇത് നോക്കി ഇത് നമ്മൾ മടുക്കും. അതുകൊണ്ട് ബാക്കി വീഡിയോ ഞാൻ ഈ എന്നാ പറയുന്നത് പുറത്തുനിന്നുള്ള വെട്ടത്തിൽ ഇവിടെ വന്നിരുന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അപ്പം ഞാനിപ്പോൾ കട്ടപ്പനയ്ക്ക് പോവുകയാണെങ്കിൽ ഞാൻ ചേട്ടാ ഇന്ന സാധനം മേടിക്കാൻ വേണ്ടി പോവുകയാണേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ സ്വന്തം കൈ പൈസ കാണും. പക്ഷേ എന്നാലും വണ്ടിക്കൂലി ഞാൻ ചേട്ടാ മേടിക്കും. കട്ടപ്പനയ്ക്ക് പോകുന്നതിന് വണ്ടിക്കൂലി ഇതാ എന്ന് പറയാം. അപ്പോൾ വണ്ടിക്കൂലി തരും. വണ്ടിക്കൂലി ഇപ്പോൾ കട്ടപ്പനയ്ക്ക് ഇവിടുന്ന് 33 രൂപയേ ഉള്ളൂ. അപ്പോൾ ചേട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കൂട്ടി ഒരു 200 രൂപയോ 150 രൂപയോ തരും. അപ്പം 33 എത്രയാ 66 രൂപയെ നമുക്ക് ചിലവാകുന്നുള്ളൂ. പോട്ടെ, ഇനി ചേട്ടാ വണ്ടിക്കൂലിക്കെന്ന് കരുതാതെ നീ വല്ല ആരും കൂടെ ഉണ്ടോ? ശരി, എൻ്റെ കൂടെ പ്രീതിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ സൂസം ചേച്ചി ഉണ്ടല്ലോ, ശേല ചേച്ചി ഉണ്ട്, ആരെങ്കിലും ചേച്ചിമാർ കൂടെ ഉണ്ടല്ലോ, ഉഷ ചേച്ചി ഉണ്ട്, അങ്ങനെ എൻ്റെ സംഘത്തിലുള്ളോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലും കൂടെ ഉണ്ടെന്ന് വെച്ചു ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഒരു 500 രൂപ തരും. എന്നാന്ന് വെച്ചാൽ നമ്മൾ വല്ല ജ്യൂസോ വെള്ളമോ എന്തെങ്കിലും കുടിച്ചോട്ടെ എന്നൊക്കെ കരുതിക്കൊണ്ട്. പക്ഷേ ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയോ, എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഞങ്ങൾ കയറി ഒരു സോഡ നിറയ്ക്കാനോ ഒരു സ്നാക്സോ ഒക്കെ കഴിക്കും. എന്നാലും ഏറ്റവും ചുരുക്കാന്ന് അത്രയും ഞാൻ ചുരുക്കും. അപ്പം വണ്ടിക്കൂലി അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെയാണ് പോകുന്നെങ്കിൽ വണ്ടിക്കൂലി മാത്രം ചിലവാക്കും. ഞാൻ തന്നെയാണെങ്കിലും അങ്ങനെ ഇങ്ങനെ ഒന്നുമുള്ള ഒരു കടയിലൊന്നും കയറിയില്ല. ആ പൈസയും ബാലൻസ് അപ്പം നമ്മൾ ഈ 200 തന്നു, ഞാൻ തന്നെ പോകുന്നെങ്കിൽ 200 തന്നെങ്കിൽ 66 രൂപ ചിലവാകും വണ്ടിക്കൂലി. അവിടെ വന്നിട്ട് നടന്നിങ്ങോട്ട് വരും. എന്നിട്ട് ആ 200 ബാക്കി കൊണ്ടുവന്ന് കൊടുക്കാത്തിടും. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടിലും നമ്മുടെ ഭർത്താക്കന്മാർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് പൈസ തന്നല്ലേ ഇവിടുന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവരാണ് അച്ഛനമ്മമാരോ ആങ്ങളെയോ ഒക്കെ തന്നുവിടും അല്ലേ. അപ്പോൾ അങ്ങനെ ചേച്ചിമാരോ ഒക്കെ. ഇതല്ല ഇപ്പോൾ ഒരു പുതിയൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണം നല്ല രീതിയിൽ പൈസ ഇതാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കുടുംബശ്രീയൊക്കെ വന്നതിന് ശേഷം. കാരണം നമ്മുടെ വീട്ടിൽ പെരയ്ക്കകത്ത് നമ്മുടെ മുറ്റത്തൊരു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നമുക്ക് കുടുംബശ്രീ വരുമ്പോൾ അറിയാം, ഇവിടെ വെക്കുമ്പോൾ എങ്ങനെ വരും ഒരു 50,000 രൂപ വെച്ച് 60,000 രൂപ 70,000 രൂപയൊക്കെ നമ്മുടെ ഈ ടീപ്പോയിൽ വീഴും. എല്ലാവരും കൊണ്ടിരുന്ന പൈസയെല്ലാം കൂടെ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 50 രൂപ ആണെങ്കിൽ നമ്മൾ ഉടനെ അയലക്കത്തോട് ഓടുവാണ്, ഓമൻ ചേച്ചി എനിക്കൊരു 50 രൂപ തരാമോ, എനിക്ക് എൻ്റെ അടുത്ത് പോകാനാണേ എന്ന് പറയും. ഇന്ന് ആരെങ്കിലും പോകുന്നവരുണ്ടോ? അങ്ങനെ ഇല്ല. അപ്പം നമ്മൾ സ്ത്രീകൾ ഒരു പരിധി വരെ സ്വയം ഇങ്ങനെ പൈസ ഇത് കണ്ടെത്താനായിട്ടും കൂടെ ഉള്ളൊരു വലിയൊരു നമ്മുടെ ഒരു നേട്ടം തന്നെയാണ് കുടുംബശ്രീ വന്നത്. അപ്പോൾ കുടുംബശ്രീയിൽ നിന്ന് അടയ്ക്കാൻ നിവൃത്തിയുള്ളവർ മാത്രമേ എടുക്കാവുള്ളൂ. സിന്ധുമ്മ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് നാളെ പോയി ആരും ലോണൊന്നും എടുത്ത് കൂട്ടിയേക്കരുത്. അടയ്ക്കാൻ നമുക്കൊരു വരുമാന മാർഗ്ഗമുണ്ട്. എനിക്കിപ്പോൾ എൻ്റേതായ ഇതിൽ നിന്ന് എനിക്കൊരു 10,000 രൂപ ഉറപ്പായിട്ട് കിട്ടും. അല്ലെങ്കിൽ എനിക്കൊരു കടയിൽ പണിയുണ്ട്, എനിക്കൊരു മാസം 10,000 രൂപ കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്കൊരു 5,000-6,000 രൂപയൊക്കെ നമുക്ക് മാസം സുഖമായിട്ട് നമുക്ക് ലോൺ എടുത്ത് അടച്ചു പോകാൻ പറ്റും. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 സംഘമാണുള്ളത്. 3 സംഘം ഉണ്ടായിരുന്നു. ഇപ്പം ഒരെണ്ണം പിന്നെ പ്രാർത്ഥനയുടെ സംഘത്തിൽ ഞാൻ ഈ മലയൊക്കെ ആയതുകൊണ്ട് കയറി പോകുന്നില്ല. പക്ഷേ 2 സംഘം ഇപ്പം നിലവിൽ നല്ല രീതിയിൽ പോകുന്ന 2 സംഘത്തിൻ്റെ ഉള്ള അംഗമാണ് ഞാൻ. ഇപ്പം നമ്മുടെ കുടുംബശ്രീ സംഘത്തിൽ നിന്നാണെങ്കിലും ഞാൻ ലോൺ എടുക്കും. തയ്യലിൻ്റെ സംഘത്തിൽ നിന്ന് ഇതുവരെ എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുഴൽക്കണ്ട് അടിക്കാൻ സമയത്താണ് തയ്യലിൻ്റെ സംഘത്തിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഞാൻ തയ്യലിൻ്റെ സംഘത്തിൽ നിന്ന് ഒരു 1.5 ലക്ഷം രൂപ ഇങ്ങോട്ട് ലോൺ എടുത്തു. നിങ്ങൾ കേട്ടോണം, 1.5 ലക്ഷം ഉഷേച്ചിയാണ് കേട്ടോ, ഉഷേച്ചിയാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. എന്നിട്ട് 1.5 ലക്ഷം രൂപ എടുത്തു. അപ്പം നമ്മൾ 1 രൂപ പലിശ അങ്ങോട്ട് അടച്ചാൽ മതി. അപ്പം നമുക്ക് എത്ര ലാഭം. ബാങ്കിലൊക്കെ പോകണമെങ്കിൽ എന്തെല്ലാം പേപ്പർ കൊണ്ട് കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് പിന്നെ അവർ പറയുന്ന ആ പലിശ അടയ്ക്കണം, അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പം നമുക്ക് അത് ഒത്തിരി ലാഭമുള്ളൊരു പരിപാടിയല്ലേ കറണ്ട് വന്നു മറ്റേ കുടുംബശ്രീയിൽ നിന്നും അങ്ങനെ നമ്മുടെ സംഘങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്നത്. അപ്പം ഞാൻ എന്നാ ചെയ്തെന്ന് ചോദിച്ചാൽ അങ്ങനെ സംഘങ്ങളിൽ നിന്നൊക്കെ ഒരു നിശ്ചിത തുക എടുക്കും. ഒരു 50,000 എടുക്കും, അല്ലെ ഒരു 1 ലക്ഷം എടുക്കും, അല്ലെ 25,000 എടുക്കും. അങ്ങനെ എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അങ്ങ് സാധിക്കും. അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ കുഴൽക്കിണർ
കുത്തിയത് ആ 1,50,000 രൂപ എടുത്തത് കൊണ്ടാണ് കളർ കുത്തിയത്. എന്ന് പറഞ്ഞവർക്ക് ഓരോ കാര്യങ്ങളും ഇപ്പം ഞാനത് ഓരോ സാധനങ്ങൾ മേടിക്കാൻ നേരത്തെ, ഒരു വളം മേടിക്കാൻ നേരത്തെ, മാല മേടിക്കാൻ നേരത്തെ, അങ്ങനെയൊക്കെ ഞാൻ അമ്മൂൻ്റെ കഴുത്തെ കിടക്കുന്ന ഇങ്ങനത്തെ ഈ 2 പവൻ്റെ മാല മേടിക്കാൻ നേരത്തെ ഞാൻ എൻ്റെ തയ്യലിൻ്റെ അല്ല, നമ്മുടെ കുടുംബശ്രീയുടെ പ്രീതിയുടെ സംഘത്തിൽ നിന്ന് എടുത്ത പൈസയാണ്. അങ്ങനെ എടുക്കും. എന്നിട്ട് നമ്മൾ ഓരോ ആഴ്ചയിലും അല്ലെ ഓരോ മാസത്തിൽ ഇത്ര രൂപ വെച്ച് കൊടുക്കുമ്പോൾ അതങ്ങ് അടഞ്ഞു പോകും. നമുക്ക് നല്ലൊരു കാര്യം സാധിക്കുകയും ചെയ്യും. ആ കുഞ്ഞു തുക അടയ്ക്കുമ്പോഴത്തേക്കും, അല്ല കുഞ്ഞു തുകയാണെങ്കിലും കറക്റ്റായിട്ട് മാസം ആഴ്ച അടയ്ക്കുമ്പോഴത്തേനും അതങ്ങ് തീർന്നു പോകും. ഇതെല്ലാം നമുക്ക് ഒരു മാസം ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റിയില്ല, നമുക്ക് വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കിട്ടിയവൻ ഉറപ്പായിട്ട് നമുക്ക് തരും എന്നുള്ളൊരിത് വേണം. എൻ്റെ ഭർത്താവ് പണിക്ക് പോവും, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ പണിക്ക് പോയിട്ട് എനിക്ക് തരും, അത് അടയ്ക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ലോണിൽ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ. എന്നാലും അതും നമുക്ക് പൈസ ഇത് ആക്കാൻ വേണ്ടിയിട്ടുള്ള, നമുക്കൊരു മുതലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഉപായമാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ സേവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ എന്താ പറയുന്നത്, ഒത്തിരി കണ്ടമാനം തുണികളോ പിന്നെ ഒത്തിരി എന്നാ പറയുന്നത് ഈ ഫാഷൻ സാധനങ്ങളോ ഒന്നും മേടിച്ച് ഞാൻ ഇങ്ങനെ പൈസ കളയില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ ഫോട്ടോ എനിക്ക് എൻ്റെ മാള് മേടിച്ച് തന്നാ മുണ്ടൊക്കെ ചെയ്തപ്പോൾ. അല്ലാണ്ട് ഞാൻ സാധാ പൊട്ടാൻ മേടിക്കുന്നത് 2 രൂപയുടെ പൊട്ട്. ആ 2 രൂപയുടെ പൊട്ടിന് ഇപ്പോൾ 3 രൂപയായിട്ടുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ ഞാൻ 2 രൂപയുടെ പൊട്ടിന് മേടിക്കുന്നുള്ളൂ, മറ്റേ കവറിനകത്തുള്ളത്. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ല ഒരു കല്യാണമോ കാര്യമൊക്കെ വരുവാണെങ്കിൽ 10, 15, 20 രൂപയുടെയൊക്കെ ഒരു പൊട്ട് മേടിക്കും. ഈ 2 രൂപയുടെ പൊട്ട് മേടിക്കുന്ന സമയത്ത് തന്നെ 30, 40, 50 ഒക്കെ പൊട്ട് കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ കല്ലും തിളക്കമൊക്കെ കാണും. പക്ഷേ ഞാൻ അങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളിലും ഞാൻ ഒത്തിരി മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് ഉള്ളത് ഞാൻ വാങ്ങിക്കുന്നുള്ളൂ. ഓക്കെ, ഡ്രസ്സാണേലും അതെ, ഡ്രസ്സാണേലും ഞാൻ ചിലർക്കും ഒരു ഇതുണ്ട്, ഡ്രസ്സൊക്കെ ഏറ്റവും കൂടിയ ഡ്രസ്സ് ഇട്ടെങ്കിലേ അവർക്കൊരു എന്തോ അങ്ങ് ആകത്തുള്ളൂ, ഞങ്ങളെ മനുഷ്യനെ അറിയപ്പെടത്തുള്ളൂ എന്നൊക്കെയാണ്. നമ്മൾ ഇന്നയാളുടെ ഭാര്യയാണ്, അല്ലെ ഇന്നയാളുടെ മകളാണ്, ഇന്നയാളുടെ ഭർത്താവാണ്, ഇന്നയാളുടെ അമ്മയാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയത്തില്ലേ. പിന്നെ നമ്മളിപ്പോൾ ഒരു 50,000-ൻ്റെ സാരി എടുത്തുകൊണ്ട് പോകുന്നു, 2,000-ൻ്റെ സാരി എടുത്തുകൊണ്ട് പോയാലും നമ്മളല്ലാണ്ട് ആവത്തില്ലല്ലോ. അങ്ങനെയുള്ള വലിയ ഒരു ആർഭാടത്തിനും ഞാനങ്ങനെ കൂട്ടി നിൽക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പുറത്തോട്ട് പോയി നമ്മളിപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ. മൊത്തം പാടെ ഉപേക്ഷിക്കണം കുറ്റമായിട്ടും അല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളെല്ലാവരോടുമായിട്ട് രാത്രി സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ ഒന്ന് പുറത്ത് പോയി എൻജോയ് ചെയ്യുന്നതൊക്കെ കുഴപ്പമില്ല, ഫുഡൊക്കെ വാങ്ങി ചെയ്യും. പക്ഷേ അതൊരു സ്ഥിരമാകരുത്. നമ്മൾ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കാണ്ട് എന്നും നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് എന്താ പറയുക കൈ തന്നെ അതിന് മീൻ പിടിക്കാമെന്ന് പറഞ്ഞവർക്ക് അങ്ങനെ മേടിച്ച് ഫുഡ് കഴിക്കും. നമ്മൾ രോഗികളാകുകയും ചെയ്യും, നമ്മുടെ കാശ് പോവുകയും ചെയ്യും. ഹോസ്പിറ്റലിലും കൊടുക്കണം, അല്ലാതെ ഫുഡിലും കൊടുക്കണം. അപ്പം അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ നിന്ന് കൊടുക്കത്തില്ല, ചെയ്യത്തില്ല. അപ്പം അതും എനിക്ക് ഒരു സേവിങ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ വല്ലപ്പോഴും നമ്മൾ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ പോകിയാലും നല്ല, ഞാൻ പറഞ്ഞത് വല്ലപ്പോഴൊക്കെ നമ്മൾ പോകണം. വർഷത്തിൽ 1-2 ഫിലിം കാണാൻ അതൊക്കെ എനിക്കിഷ്ടമാണ്. അല്ലാണ്ട് ഇത് സിനിമ വന്നാലും അതൊക്കെ കാണണം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി ആർഭാടം കാണിച്ചാൽ നമുക്കൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അതിനൊരു ഇതുണ്ട്, ദൈവത്തിൻ്റെ ഒരു ചൊല്ലുണ്ട്, താണ നിലത്തെ നീരോടു അവിടെ ദൈവം തുണയുകൂ. അപ്പം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ നന്നായിട്ട് വിശ്വാസം വേണം, ദൈവത്തെ പേടി വേണം. നമ്മൾ എപ്പോഴും എന്തൊരു കാര്യം ചെയ്താലും തമ്പുരാൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട്, അല്ല ദൈവമേ എനിക്ക് ഇന്ന മുളക് ആഗ്രഹമുണ്ട് അതൊന്ന് സാധിച്ചു തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒരു കാര്യം, ഇപ്പോൾ ഒരു കുടുക്കയ്ക്കകത്താണല്ലോ 5 രൂപ ഫസ്റ്റ് ഇടുമ്പോൾ എൻ്റെ ദൈവമേ പെട്ടെന്ന് എൻ്റെ ഈ കുടുക്കൊന്ന് നിറച്ച് തന്നേക്കണേ, നീ ഒന്ന് മനസ്സ് വെച്ചേക്കണേ എന്ന്, ഗുരുവരുപ്പാ കാത്തേക്കണേ എന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടിടുമ്പോൾ നമുക്ക് അതിനകത്ത് ഇടാനും തോന്നുന്നു, പെട്ടെന്ന് കുടുക്ക നിറയ്ക്കാനും ഒക്കെ പറ്റും. അല്ലാണ്ട് എന്തോ എങ്ങനെയെങ്കിലുമൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചാണെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങ് പോകും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ പൈസ. പിന്നെ എനിക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്, എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പം ഞാനൊരു കുടുക്കയ്ക്കകത്തൊരു പൈസ ഇട്ടു അല്ലെങ്കിൽ ഒരു ചിട്ടി ചേർന്നു, ഇപ്പം അതിനെക്കാട്ടി ഉപരി നമുക്ക് നല്ല കാര്യമുണ്ട്. ഇപ്പം എന്തൊക്കെയാണ് ഓണച്ചിട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു മാസത്തെ ഇപ്പോൾ ഈ ലോൺ എടുക്കിച്ച സംഘത്തിലെ ഒരു പരിപാടി നമ്മൾ വേണ്ടെന്ന് വെച്ചോ, നമ്മുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നമ്മൾ പണിയുന്നോ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു 500 രൂപ വെച്ച് ഒരു മാസം നമുക്ക് ഒരു ചിട്ടി ചേരാം എന്ന് വെച്ചിട്ട് ചിട്ടിയിൽ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ എമൗണ്ട് ഒരുമിച്ച് നമ്മുടെ കയ്യിലോട്ട് ഇടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കത്തില്ലേ. പൈസ സേവ് ചെയ്യാനായിട്ട് ഒരു പാടുമില്ല, മനസ്സ് വെക്കണം. പക്ഷെ നമുക്ക് ഒരു ലക്ഷ്യം വേണം. നമ്മൾ ഇപ്പം ഓണമാകുമ്പോൾ ഞാൻ ഇന്നത് ചെയ്തിരിക്കും എന്നുണ്ടെങ്കിൽ ആ തലേവർഷത്തെ ഓണത്തിൻ്റെ പിറ്റേ ദിവസം മുതലേ നമ്മൾ സേവ് ചെയ്യാൻ തുടങ്ങണം. എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഓണത്തിന് 5-6 മാസം കിടക്കുമല്ലേ, എന്നാൽ ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. നമുക്ക് ആലപ്പുഴ പോയി ഒരു ഹൗസ് ബോട്ടൊക്കെ എടുത്തൊന്ന് കറങ്ങിയിട്ട് വരാം
എന്നൊക്കെ വെച്ചാൽ നടക്കത്തില്ല. പിന്നെ നാളെ നീളെ എന്ന് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമ്മൾ കുറേ ദിവസം തുടങ്ങി ചെയ്യുന്നത് ഇന്ന ദിവസത്തേനെ നമ്മളത് എടുക്കത്തുള്ളൂ എന്ന് വെച്ച് ആ ഒരു കാര്യത്തിനെ ഞാൻ എടുക്കത്തുള്ളൂ എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്യബോധത്തോടെ ചെയ്താൽ നമുക്ക് എന്താ വേണേലും നേടിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ചിലരുടെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടേ. നമ്മുടെ മക്കൾക്ക് അങ്ങ് ആർഭാടത്തിൽ എല്ലാം സർവ്വസാന്ദ്രത്തിൽ അങ്ങ് മേടിച്ച് കൊടുക്കാനായിട്ട് പൈസ വിനിയോഗിക്കുന്നത്. നമ്മൾ ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഇങ്ങനെ എന്നാ പറയുന്നത് കമ്മല മാല പൊട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ച് പഠിപ്പിക്കണം. അപ്പോൾ അവർക്കും ഇതിന് പൈസ ഇത് നല്ല കഷ്ടപ്പെട്ട് മേടിച്ച് തന്നാൽ എന്നുള്ള ഇത് വെച്ച് സൂക്ഷിക്കുകയും ചെയ്യും. നമ്മൾ കുറച്ച് മേടിച്ച് കൊടുക്കേണ്ടത്. ഇത് ഒത്തിരി മേടിച്ച് കൊടുക്കുമ്പോൾ അതുങ്ങൾക്ക് ധാരാളിത്തമാകും. ഇത് പോയാലും വേറെ എനിക്ക് കിട്ടും എന്നുള്ള ഒരു ഇത് വരും. അങ്ങനെയൊക്കെ കണ്ടമാനം പൈസ സ്റ്റേഷനറി കടയിലൊക്കെ വെറുതെ കളയുന്ന കാണാം. ഞാൻ ഈ കടയിൽ നിന്നിട്ടുള്ളതുകൊണ്ടാണ് ഈ തലയാഴ്ച വന്ന് കമ്മലും മാലയും മുട്ടുമൊക്കെ മേടിച്ചാലും പിറ്റേ ആഴ്ചയും വന്ന് മേടിക്കും. അതൊക്കെ ഒരു പാഴ്ചെലവാണ്. അതൊക്കെ നമ്മൾ കുറേയൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ പൈസയ്ക്കും വിലയുള്ളതാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് കുഞ്ഞിലെ തന്നെ അവർക്കും ഒരു സമ്പാദ്യശീലം രണ്ടുപേർക്കും. ഞാൻ എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും കുടുക്ക മേടിച്ചു കൊടുക്കുമായിരുന്നു. കുഞ്ഞിനെ മുതലും അതുങ്ങൾ കുടുക്ക സൂക്ഷിക്കും. പക്ഷേ എന്നിട്ട് ആ കുടുക്ക പൊട്ടിച്ചിട്ട് മിക്കവാറും ആ കുടുക്ക പൊട്ടിച്ചിട്ട് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്കൊക്കെ എന്തെങ്കിലും സമ്മാനങ്ങൾ മേടിച്ച് തരുമായിരുന്നു ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് പൊതുവേ ഒരു രോഗമുണ്ട്. പുരുഷന്മാർക്ക് അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീകൾക്ക് പൊതുവെ ഒരു രോഗമുണ്ട്. ഇപ്പോൾ അപ്പുറത്തെ വീട്ടുകാരെ ഞാൻ നോക്കുക. അപ്പുറത്തെ വീട്ടുകാർ ഇന്നും ഞാൻ നോക്കിയപ്പോൾ ഒരു നല്ല പച്ച ചുരിദാറൊക്കെ ഇട്ട് പോകുന്നു. സെറ്റ്. ഇപ്പം നോക്കിയപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ മഞ്ഞ, അതിൻ്റെ ഒരു ദിവസം നോക്കിയപ്പോൾ നീല. കൊണ്ടോ അവരിങ്ങനെ മാറി ഇട്ടുള്ളൂ. അന്ന് എനിക്കും അങ്ങനെ തന്നെ ആയേക്കാന്ന് കരുതി നമ്മളും പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ അനുകരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അധപ്പതനത്തിലോട്ട് പോകത്തേ ഉള്ളൂ. നിസ്സാരം ഞാനിപ്പോൾ എൻ്റെ ഈ ഉപ്പറയിൽ നമ്മുടെ തന്നെയുള്ളൂ എൻ്റെ അത്രയും ഞങ്ങളുടെ അത്ര അറിയാവുന്ന ഒരു ഫാമിലിയുടെ കാര്യം പറയാം. നമ്മുടെ പണിയുടെ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് ഞാൻ കഥ അടച്ചിട്ടതാണ്. അപ്പം ഇപ്പോൾ എൻ്റെ ഒരു അറിവിലെ കാര്യം ഞാൻ പറയാവേ. പിന്നെ എനിക്ക് അത്ര അറിയാവുന്ന ഒരു ലേഡി കാണിച്ച ഒരു പരിപാടിയാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയാൻ പോകുന്നത്. ഉപ്പുതറയിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് പാരമ്പര്യമായിട്ട് സ്വത്തുള്ള ഒരു ഫാമിലിയുണ്ട്. അവിടെയും ചേട്ടായി ജോലിക്കൊക്കെ നിന്നിട്ടുള്ളതാണ്. ചേട്ടായി അവരുടെ വണ്ടിയിലൊക്കെ എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ആ പുള്ളിക്കാരൻ്റെ വൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാമ്പത്തികമായിട്ട് പണ്ട് മുതലേ കാശുള്ളവരാണ്. ആ ചേട്ടൻ്റെ ഭാര്യ ഏതൊരു പുതിയ കട തുടങ്ങിയോ അവിടെ എല്ലാം വന്ന് ഡ്രസ്സ് മാറി എടുക്കും. ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. അവർ ഒന്നിടുന്നത് പിന്നെ ഞാൻ കണ്ടില്ല. എപ്പോഴും വെറൈറ്റി ഡ്രസ്സുകളായിരിക്കും, വെറൈറ്റി ഓർണമെൻറ്റ്സ് ആയിരിക്കും. അങ്ങനെ അടിപൊളിയായിട്ടാണ് ആ ചേച്ചി എപ്പോഴും നടക്കാറുള്ളത്. അവർക്ക് എന്താ പറയുക, ആ ചേച്ചിയുടെ വീട്ടിലും കാശുകാരാണ്, ചേട്ടൻ്റെ വീട്ടിലും കാശുകാരാണ്. അവർക്ക് കൂടുതലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നേരെ മറിച്ച് ഒരു സാധാ പക്ഷെ ഇവരുടെ അഹങ്കാരമാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഉദാഹരണം ഞാൻ പറയുന്നില്ല, നടന്ന കാര്യം ഞാൻ പറയുന്നതാണ്. ഒരു സർക്കാർ ജോലിക്കാരനാണ് ഭർത്താവ്. എന്നിട്ട് 2 മക്കളും ഉണ്ട്. അപ്പോൾ ഈ മക്കളുടെ അമ്മ എന്നു ചോദിച്ചാൽ മറ്റേ പുള്ളിക്കാരത്തി കാണിക്കുന്നത് കൊണ്ട് തന്നെ ഏത് ഡ്രസ്സ് വരുന്നോ അതെല്ലാം വാങ്ങിക്കുന്നു. നിസ്സാരം കുടയുൾപ്പെടെ ഒരേ പോണക്ക് ഡ്രസ്സിന് ചേരുന്ന കുട വരെയും കൂടെ അങ്ങനെ മാറി അങ്ങ് ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് പണം ദൂർത്തടിക്കുക. എന്നിട്ട് എന്താ പറയുക, ഇപ്പം നിലവിൽ അവർക്കൊരു വാർക്കക്കെട്ടിടം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വീട്, നല്ല സൂപ്പർ ഒരു വീട്. ആ വീടും വിറ്റു, ലോകം മൊത്തം കടവുമായി, നിൽക്കളിയില്ലാത്ത അവസ്ഥയായി. ലാസ്റ്റ് ഇവിടുന്ന് വിട്ടെറിഞ്ഞ് പോകേണ്ടതായിട്ട് വന്നു. ആ വീടൊക്കെ വിറ്റു. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സ്ത്രീ ഒരുമ്പിട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ, പെണ്ണ് ഒരുമിട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഒരു സ്ത്രീ നല്ലതായിട്ട് നമ്മുടെ ഒരു വീടിനെ ആക്കിക്കൊണ്ടുവരാനും പറ്റും, നശിപ്പിക്കാനും പറ്റും. അയ്യോ, എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ. കാരണം ആന വാ വിളിക്കുന്നതോട് കണ്ണാൻ വാ വിളിക്കാൻ പോകരുത്. ഇപ്പോൾ ആ ചേച്ചി നമ്മുടെ പൈസ അവരുടെ വീട്ടിലെ ആ ചേച്ചി ചെയ്യുന്നത് കണ്ടിട്ട് ഇവളും അനുകരിച്ചതാണ്. എന്നാ ചെയ്യാൻ പറ്റും? ഇപ്പം എന്നിട്ട് 2 വഴിയായി. കെട്ടിയവനും മകനും ഒരിടത്ത്, കെട്ടിയവളും മകളും ഒരിടത്ത്, വീടും ഇല്ല, വാടകയ്ക്കും. ഒരു സർക്കാർ ജോലിക്കാരൻ്റെ ഭാര്യയായിരുന്നു ഓർക്കണം. അപ്പം നമ്മൾ ഒത്തിരി ആർഭാടം കാണിച്ചാൽ ദൈവം നമ്മളെ ഒറ്റയടിക്ക് താഴ്ത്തിടും. പിന്നെ എന്തേലും ഞാൻ ആനയാണ് ചേനയാണെന്ന് നമ്മൾ ഒത്തിരി സമ്പത്തുണ്ടാക്കി, ഞാൻ ആരെയും എനിക്ക് ഇതില്ല പേടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പൊങ്ങി പോയാലും എന്തേലും പൊങ്ങിയാലും താഴെ വന്നാണ് സമ്മാനം. അപ്പം നമ്മളെപ്പോഴും
താണുവാണെങ്കിൽ ദൈവത്തെയും നമ്മുടെ പേരൻസിനെയും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആരെയും കണ്ട് നെകളിച്ച് ഞാൻ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊന്നും പറഞ്ഞാൽ ആരെയും അനുകരിക്കാണ്ടൊക്കെ ഇരിക്കുക. നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുക, മറ്റുള്ളവരോട് കൂട്ടുകൂടരുത് മറക്കരുത് എന്നൊക്കെ അത് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ഓരോ പടി ഉയർത്തിക്കൊണ്ടിരിക്കും. നിസ്സാരം എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു മനുഷ്യൻ അവിടെ വിശന്നിരിക്കുന്ന കണ്ടു, ഞാൻ പറഞ്ഞില്ലേ മുമ്പ് കട്ടപ്പനയ്ക്ക് പോകുമ്പം ഞാൻ ചിലപ്പോൾ കുടിക്കാതെ വരും, കഴിക്കാതെ വരും, ഹോട്ടലിൽ കയറാതൊക്കെ വരും. പക്ഷേ ഒരു മനുഷ്യൻ അവിടെ വിശന്ന ആ പുള്ളിക്ക് കാലില്ല, ആ പുള്ളിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി അടവറക്കിയുള്ള ഭിക്ഷക്കാരെ നമുക്ക് നമ്മുടെ കണ്ണിനകത്ത് കാണാൻ പറ്റും. പക്ഷേ ആ മനുഷ്യന് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണെങ്കിൽ ഞാൻ ആ കുടുക്കകത്തിടാൻ ഞാൻ നോക്കിയാൽ ആ പൈസ ഞാൻ അവർക്ക് കൊടുത്തിട്ട് വരും. പക്ഷെ അപ്പോൾ എനിക്ക് ദൈവം ഇവിടെ ഒരുക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക, നമ്മൾ അതേപോലൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ അവർക്കൊക്കെ കൊടുക്കാനും കൂടെ പഠിക്കുക. അപ്പം ദൈവം നമ്മളെ ഉയർത്തിക്കോളും. ദൈവം നമ്മളെ കൈവിടത്തേയില്ല. ഇപ്പം വരെയുള്ള കാഴ്ചപ്പാടിൽ ഓരോ ദിവസവും ഞാൻ ഓരോ കാര്യങ്ങളും ഓർക്കുമ്പോൾ ഞാൻ മനസ്സിലോർത്തിട്ടുണ്ട്. എൻ്റെ ദൈവം എനിക്കിനി അങ്ങനെ സാധിച്ചു കിട്ടുമോ, എനിക്ക് ഇങ്ങനെ സാധിച്ചു കിട്ടുമോ, എൻ്റെ കയ്യിൽ ഒരു വള ഇടാൻ പറ്റുമോ, എനിക്കൊരു കഴുത്തെ ഒരു മാല ഇടാൻ പറ്റുമോ, എനിക്ക് നല്ലൊരു ഡ്രസ്സ് കിട്ടുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ഓരോരോ സ്റ്റേജുകളിൽ. പക്ഷെ നമ്മളെപ്പോഴും ദൈവത്തെ മറക്കാതെ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ പേടിച്ച് ജീവിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വരും. ഐശ്വര്യം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം ഇല്ലേ. ഐശ്വര്യം വന്നാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടെങ്കിൽ ബാക്കി സമ്പത്തും സന്തോഷവും ഒക്കെ പുറകെ ഇങ്ങ് വരും. അതാണ് അതിൻ്റെ കറക്റ്റ് കേട്ടോ. അപ്പം എല്ലാവരും പൈസയൊക്കെ കുഞ്ഞു കുടുക്കയൊക്കെ മേടിച്ച് വയ്ക്കുക, എന്നിട്ട് സമ്പാദിക്കുക. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും, ഇപ്പോൾ ഓണത്തിന് കുറച്ച് ദിവസം മുമ്പല്ലേ വന്നത്, അടുത്ത പ്രാവശ്യം ഓണം ആകുമ്പോഴത്തേക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സിന്ധുമ്മ പറഞ്ഞു കേട്ടിട്ട് ഞാനൊരു കുടുക്ക വാങ്ങിച്ചിട്ട് ഞാൻ പൈസ മേടിച്ചിട്ടു കെട്ടേണ്ടത് ഇച്ചിരിയൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്, പോക്കറ്റൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്, എന്നാലും ഞാൻ ഈ പ്രാവശ്യം ഒരു വളമ മേടിച്ച് സിന്ധുമ്മേ എന്നുള്ള കമൻസൊക്കെ എനിക്ക് കാണാനിട വരണം. അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ അവലോടോട് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ആയിരുന്നതിൽ എല്ലാവർക്കും ടാറ്റാ.